ഇന്നലെ ഒരു യാത്ര പോയിരുന്നു വയനാട്ടിലെ വള്ളിയൂർക്കാവിലേക്ക്. വള്ളിയൂർക്കാവിലമ്മയുടെ മുന്നിലേക്ക്. അവിടെ ഞാൻ കുറെ പച്ചയായ മനുഷ്യരെ കണ്ടു. വല്ലിപ്പണി എന്ന പേരിൽ സ്വന്തം ജീവിതം ഓമിക്കുന്ന കുറെ പാവപ്പെട്ട മനുഷ്യർ. നമസ്കാരം. ഇന്ന് വന്നിരിക്കുന്നത് മനീഷ് മുഴുക്കുന്ന് രചിച്ച കീഴുവാരങ്ങൾ എന്ന പുസ്തകം പരിചയപ്പെടുത്താനാണ്. മാതൃഭൂമി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 330 രൂപയാണ് വില വരുന്നത്. ഇതൊരു നോവലോ കഥയോ ഒന്നുമായല്ല നമ്മളിലേക്ക് ഇറങ്ങേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 3 വർഷത്തോളം അദ്ദേഹം ഈ പുസ്തക രചനയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലം ഇതിനകത്ത് കാണുന്നുണ്ട്. ഗോത്രവിഭാഗക്കാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ ഭാഷ പോലും വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത്. മണ്ണിൻ്റെ മക്കൾ, ആദിവാസികൾ, അവരാണ് ആദിമ മനുഷ്യരെന്ന് പറയുന്നത്. അവർക്കാണ് ഈ ഭൂമിയിൽ അവകാശമുള്ളത്. പക്ഷേ സ്വന്തം ഭൂമിയിൽ നിന്ന് പോലും അടിച്ചിറക്കപ്പെട്ട കുറേ ജനത തങ്ങൾക്ക് നേരിടുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. വയസ്സറിയിച്ചതിൻ്റെ പിറ്റേ ദിവസം പണിക്കിറങ്ങിയ വിളുമ്പി മാറിൽ ഒരു ചെറിയ തോർത്തുക കഷ്ണം കെട്ടിയിരുന്നു. കാര്യസ്ഥന് അത് പിടിച്ചില്ല. തിളച്ച വെള്ളം മാറിലേക്ക് ഒഴിച്ചാണ് അദ്ദേഹം ശിക്ഷ നടപ്പിലാക്കുന്നത്. എത്ര ക്രൂരമായൊരു രീതിയാണത്. പാതികരിഞ്ഞ ഒരു മരക്കുറ്റി പോലെ എന്നാണ് പിന്നീട് വിളുമ്പിയെ എഴുത്തുകാരൻ നിർവചിച്ചിരിക്കുന്നത്. സ്വന്തം ജീവിതത്തിലോ സ്വന്തം ഭാര്യയിലോ പോലും അവകാശമില്ലാത്ത കുറേ മനുഷ്യർ. എല്ലാവരുടെ മുന്നിലും കുനിഞ്ഞു കുനിഞ്ഞ് നടു നിവർത്താൻ പോലും മറന്നുപോയ കുറേ ജന്മങ്ങൾ. അങ്ങനെ കുറേ ജന്മങ്ങളെ നമുക്കിതിൽ കാണാൻ സാധിക്കും. ചീരാളനും കമ്മട്ടിയും വെളുമ്പനും ആലയും മായിയും എല്ലാം. വയനാടിൻ്റെ ഒരു രക്തസാക്ഷിയായിരുന്ന കരിന്തണ്ടനെയും കിരിയാത്തനെയും നമുക്കിതിൽ ഒരുപോലെ ദർശിക്കാം. എന്നാണ് അവർക്ക് ഒരു നീതി ലഭിക്കുക എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. 7.5 സേറ് നെല്ല്, ഒരു കോറത്തുണി, 5 ഉറുപ്പിക, 2 ഇലച്ചോറ്. ഇതാണ് ഒരു വർഷം നീളുന്ന വല്ലിപ്പണിക്ക് അവർക്ക് ലഭിക്കുന്ന കൂലി. ഇതിൽ ഏറിയ പങ്കും തങ്ങൾ ആരാധിക്കുന്ന വള്ളിയൂരമ്മയുടെ മുമ്പിലാണ് അവർ കാഴ്ചവെക്കുന്നത്. വള്ളിയൂരമ്മയുടെ മുമ്പിൽ നൽകുന്ന വാക്ക് അതവർക്ക് പ്രാണനേക്കാൾ വിലപ്പെട്ടതാണ്. പ്രതികരിക്കാൻ പോലും അറിയാത്ത കുറേ മനുഷ്യർ. പുസ്തകം അടച്ചു വയ്ക്കുമ്പോൾ തീർച്ചയായും നെഞ്ചും കണ്ണും പുകയുന്നുണ്ടായിരുന്നു. ഇത്രയും മനോഹരമായ ഒരു സൃഷ്ടി, ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ട ഒന്ന്, ഒരുപാട് വായിക്കപ്പെടേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പുസ്തകമാണിത്. എൻ്റെ വായനയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളും ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.